ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 9ാം ക്ലാസ് ഹിന്ദിയിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി പാഠം ഏകദേശം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കൂടി നോക്കി പോവുകയാണ്. കാരണം നമ്മളിപ്പം എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇനിയിപ്പം ക്രിസ്മസിന് മെയിനായിട്ട് ചോദിക്കുന്ന 3-4 യൂണിറ്റുകളുടെ പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ജബ് ഗാന്ധിജിക്ക് ഹടി ചോരി ചലി ഗയി എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ കറൻ്റ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ആ പാഠത്തിൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യനാണ്. രാജ്നീതി में अक्सर कुछ बातें बगैर कहे भी कह दी जाती है, इसका मतलब क्या है? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. രാജ്നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ്, അക്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും, കുച്ച് ബാത്തേം ബഗൈർ കഹേ ബി പറയാതെ തന്നെ പറയുന്നു, ഇസ്കാ മത്ലബ് ക്യാ ഹെ. അതായത് പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാതെ തന്നെ പറയുന്നുണ്ട്. എന്താണ് നേതാക്കന്മാർ തമ്മിൽ. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാരണം നമ്മൾ പൊളിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ അറിയാം, മറ്റൊരാളെ ഡയറക്റ്റായിട്ട് നമുക്ക് അധിക്ഷേപിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് എന്നാൽ അവരെ മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ക്വസ്റ്റ്യൻ. രാജ്നീതി में आदि जस्ट ഒന്ന് വായിക്കാം. राजनीति में नेताओं के बीच बातों में भिन्नताएं होती है, वे बातें सीधा कहे तो कहीं समस्याएं आएगी, इसलिए वे कुछ बातें बगैर कहे भी कह दी जाती है, अर्थात वाक्य के अंदर दूसरा अर्थ होगा. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. രാജ്നീതി में नेताओं के बीच बातों में भिन्नताएं होती है. बातों में എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പീനിയൻസിൽ, അതായത് പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നേതാക്കന്മാർ തമ്മിൽ അവരുടെ ഒപ്പീനിയൻസിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അവരുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് പലതാണ്. അപ്പോൾ അവരുടെ അഭിപ്രായ വ്യത്യാസം അവിടെയുണ്ട്. വേ ബാത്തേം സീതാ കഹേത്തോ കൈ സംശയം ആയെगी. അപ്പോൾ എന്താണ്, അവർ ഡയറക്റ്റായിട്ട് ഇപ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്യൂസ് അവിടെ ഉണ്ടാകും. ഓക്കെ, മറ്റൊരാളെ അധിക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെയോ. ഓക്കെ, ഇസ്ലേ വേ കുച്ച് ബാത്തേം ബഗേർ കഹേ ബി കഹ ദി ജാത്തി. അതുകൊണ്ട് തന്നെ അവർ കുറേ കാര്യങ്ങൾ പറയാതെ തന്നെ പറയുന്നുണ്ട്. അതായത് ഇൻഡയറക്റ്റായിട്ട് പറയുന്നു, എന്നാൽ അവർക്ക് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് പറയാം. അർത്ഥാത് വാക്യക്ക് അന്തർ ദൂസര അർത്ഥം പോകുക. അതായത് ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടാകും. ഇപ്പം നമ്മൾ ഈ പാഠത്തിൽ നോക്കുകയാണെങ്കിൽ ഗാന്ധിജിക്ക് ഹടി ചോരി ചലി ഗയി, ഓക്കെ, എന്ന പാഠത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാന്ധിജി പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ മറ്റൊന്നാണ്. അതായത് ഇപ്പം റൂം കൂളർ ഓഫ് ചെയ്യാൻ പറഞ്ഞു, അതിന് പിന്നിലെ റീസൺ എന്താണ്? തണുത്ത മുറികളിലിരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ അടുത്ത്, അതായത് ഇന്ത്യക്കാരുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഫുലെ മൈതാനമാവോ, അല്ലെങ്കിൽ പുറത്തേക്ക് വരൂ എന്ന് പറയുന്ന ഒരു സന്ദേശം. അതുപോലെ തന്നെ ഗാന്ധിജിക്ക് എന്താണ്, വൈസ്രോയിയുടെ പറയുന്നതിലൊന്നും ഗാന്ധിജി ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അതിന് പിന്നിലെ റീസൺ എന്ന് പറയുന്ന എന്താണ്, അവിടെ ഗാന്ധിജിയുടെ, അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ ഗാന്ധിജിയുടെ ഒരു ചെറിയ വാച്ച് പോലും സേഫ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹം അതിലൊന്നും, അല്ലെങ്കിൽ ആ വാച്ച് പോയാലാണ് അദ്ദേഹം, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ട് ഇരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുന്ന ഓരോ കാര്യത്തിനും മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരിക്കും. അതാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഒന്നുകൂടി നോക്കാം. രാജ്നീതി में നേതാവോं के बीच बातों में भिन्नताएं होती है. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. വേ ബാത്തേം സീതാ കഹേ തോ കൈ സംശയം ആയെगी. കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയുമ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവാം. ഇസ്ലേ വേ കുച്ച് ബാത്തേം ബഗൈർ കഹേ ബി കഹ ദി ജാത്തി ഹെ. പറയാതെ തന്നെ പല കാര്യങ്ങളും പറയുന്നു. അർത്ഥാത് വാക്യക്ക് അന്തർ ദൂസര അർത്ഥ ഹോഗ. അതായത് ഓരോ സെൻറ്റൻസിന് പിന്നിലും മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്കറിയാം 2 മാർക്കിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളിത് ഷോർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം മിക്കവാറും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് ചോദിക്കാൻ സാധ്യത ക്രിസ്മസ് എക്സാമിനായാലും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ഓക്കെ, ബൈ.